അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇനി ജിൽ 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 നിൽക്കുന്ന വൈബാണ്, മൊത്തത്തിലുള്ള വൈബാണ്. ലോകം മുഴുവൻ ഒരു തുകൽപ്പത്തിന് ചുറ്റും ഓടുന്നുണ്ട്. ഇന്ത്യ എപ്പോൾ കളിക്കും എന്നൊക്കെയുള്ള നിരാശ നമ്മൾ രാവിലെ മോർണിംഗ് ഷോ നിൽക്കുമ്പോൾ പങ്കുവെക്കുന്ന ചില പ്രേക്ഷകരെ കണ്ടു. നമ്മുടെ ആ നിരാശയൊക്കെ മാറാൻ പോകുന്നുണ്ട്. നമ്മുടെ അർജന്റീനയും നമ്മുടെ ബ്രസീലും നമ്മുടെ പോർച്ചുഗലും ഒക്കെ നമ്മുടെ സ്വന്തം നമ്മുടെ ആവുന്ന സാഹചര്യം. പക്ഷെ ഒരിക്കൽ നമ്മൾ കളിക്കും, ഒരിക്കൽ നമ്മൾ ഇന്ത്യക്കാർ കളിക്കും. അന്ന് നമ്മുടെ ത്രിവർണ്ണ പതാക കൊണ്ട് നമ്മൾ ഉറപ്പായും ആർപ്പ് വിളിക്കും. അതുവരെ പക്ഷെ നമുക്ക് ആർപ്പ് വിളിക്കാൻ തൽക്കാലം നമുക്കൊരു ഉണ്ടോ, പതാക ഉണ്ടോ? ഉണ്ട്, നമുക്കൊരു പതാക ഉണ്ടാവും. ചില സമയങ്ങളിലൊക്കെ ഈ പ്രത്യേകിച്ച് ലോകകപ്പ് സമയത്തൊക്കെ നമ്മുടെ സിറ്റിസൺഷിപ്പ് മാറുന്ന സമയം, ഒരുപക്ഷെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന സമയം നമ്മൾ അർജന്റീനയോ ബ്രസീലോ ഒക്കെ ആയി മാറും. അപ്പോൾ നമ്മുടെ ഏതാ രാജ്യം ചോദിച്ചാൽ നമ്മൾ ഏതാ ടീം എന്ന് ചോദിക്കുന്നത്, നമ്മൾ ഏതാന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ എന്നല്ല മനസ്സിൽ വരിക, ചിലപ്പോൾ അർജന്റീന. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ പോലെ അർജന്റീനക്കാരനാവും, ബ്രസീലുകാരനാവും, ആൽബി സെലസ്റ്റ് എന്ന് പറയും, കാനറിയാണെന്ന് പറയും, പറങ്കിപ്പടയാണെന്ന് പറയും. അങ്ങനെ എല്ലാ തരത്തിലും നമ്മളങ്ങ് അവരിൽ ഒരാളായി മാറും. ഒരുപക്ഷെ അർജന്റീനക്കാരേക്കാൾ അവരെ സ്നേഹിക്കുന്ന ആളുകളായി നമ്മുടെ ആൾക്കാർ മാറും. അർജന്റീനയിൽ ഇത്രയും മറ്റേ ഫ്ലെക്സ് കെട്ടലും അടിയുണ്ടാക്കലും ചിലപ്പോൾ തല്ലിക്കൊല്ലലും കാര്യങ്ങളും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മുള്ളാവൂർ പുഴയിലും നമ്മുടെ ഇപ്പൊ ഇടുക്കി ഡാമിലല്ല സോറി കുളമാവ് ഡാമിൽ 24 സ്പോർട്സ് എന്താണ് നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത്, എന്ത് സർപ്രൈസ് ആണ് നമ്മൾ ഒരുക്കുന്നത്? അതാണ് നമ്മുടെ കുറെ കാലമായുള്ള ഒരു ആഗ്രഹമാണ്. ഈ സ്പോർട്സിന് വേണ്ടി എന്താണ് ഡെഡിക്കേറ്റ്. പലപ്പോഴും ആരാധകർ പരാതി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ രാഷ്ട്രീയ വാർത്തകളും മറ്റു വാർത്തകളൊക്കെ തന്നെ കുത്തിക്കയറ്റി സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് കുറെ കൂടിയൊക്കെ പരിഹരിക്കാൻ, അല്ലെങ്കിൽ ആ പരാതികളൊക്കെ തന്നെ തീർക്കാൻ ഇതാ നിങ്ങൾക്കായി, നിങ്ങൾക്ക് മാത്രമായി ഇതാ ഒരു സ്പോർട്സ് ചാനൽ വരികയാണ്. ആദ്യഘട്ടത്തിൽ ഇത് ഒരു യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെ അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വരുന്നത്. പക്ഷേ ഇതല്ല എന്നാണ് ഒരുപക്ഷെ SK നമുക്ക് ഉറപ്പ് പറഞ്ഞത്. എന്നോട് സ്വകാര്യമായി പറഞ്ഞതാണ്. പക്ഷേ തൽക്കാലം യൂട്യൂബ് ആണെങ്കിലും അത് കളി മാറാൻ പോവാ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിൽ നിന്ന് അടിച്ചു കയറി നമ്മൾ വേറൊരു സെറ്റപ്പിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ താൽക്കാലിക തുടക്കം എന്നുള്ളത് 24 സ്പോർട്സ് പ്രേക്ഷകർക്ക് നൽകുകയാണ്. അപ്പോൾ ഇന്ത്യൻ മുൻ ഫുട്ബോൾ താരം ശ്രീ ജോപ്പോൾ അഞ്ചേരിയാണ്. ചേട്ടാ നമസ്കാരം. അപ്പൊ അടിച്ചു കയറാൻ പോവാ. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ആവേശം അതിന്റെ പരമാവധിയിലേക്ക് ഉയരാൻ പോവാണ്. നേരത്തെ അനിൽ പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെ ബ്രസീലുകാരും നമ്മളൊക്കെ അർജന്റീന, നമ്മൾ ഇന്ത്യക്കാരാണ്, അക്കാര്യം തർക്കമൊന്നും വേണ്ട. പക്ഷെ നമ്മുടെ ഒരു ഫുട്ബോൾ ദേശീയത ചിലപ്പോൾ ബ്രസീലോ, ചിലപ്പോൾ അർജന്റീനയോ, ചിലപ്പോൾ പോർച്ചുഗലോ, ചിലപ്പോൾ അതല്ലാത്ത രാജ്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ രാജ്യങ്ങളോ ഒക്കെ ആയിട്ട് മാറാൻ പോവാണ്. അപ്പോൾ ആവേശത്തിലേക്ക് നമ്മൾ പ്രേക്ഷകർ കൊടുക്കുകയാണ് നമ്മളെ ഒരു ചെറിയ ഒരു എളിയ സമ്മാനം. 24 സ്പോർട്സ് നമ്മുടെ സ്വന്തം സ്പോർട്സ് ചാനൽ. ശ്രീ ജോപ്പോൾ അഞ്ചേരി. എന്തായാലും നമുക്ക് എടുത്തു പറയേണ്ടതാണ് മലയാളികൾക്ക്. അതായത് കാരണം 1.5 മാസത്തോളം ഉണ്ട് കളി. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയിക്കാനും നിങ്ങളോട് അറിയാനും ജനങ്ങൾക്ക് സാധിക്കും. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. കാരണം അതിനായി ഒരു ചാനൽ തുറക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രശംസനീയം. അത് എല്ലാ കളികളും കാണാൻ സാധിക്കട്ടെ നമ്മുടെ ജനങ്ങൾക്ക്. നമ്മള് ഒരു മാസം മുമ്പ് വരെ നമ്മൾ വിചാരിച്ചു നമുക്ക് കളി കാണാൻ പറ്റില്ല എന്ന്. പക്ഷെ അതൊക്കെ മാറി കടന്നു. എന്തായാലും 24 സ്പോർട്സ് ചാനലിന് എന്റെ എല്ലാവിധ ആശംസകളും. അതിലൂടെ നല്ല കളികൾ കാണാൻ സാധിക്കട്ടെ. ജോപ്പോളേട്ട എത്രത്തോളം എത്തി വേൾഡ് കപ്പിന്റെ ആവേശം? എന്താണ് ഇത്തവണ എന്താ സാധ്യതകൾ? അർജന്റീനയുടെ തുടർ ഭരണമോ, അതോ ക്രിസ്ത്യാനോയുടെ കിരീടധാരണമോ, അതോ ഇനി ലമീൻ യമാലാണോ തകർക്കുക, അതോ നെയ്മർക്ക് ഒരു അവസരമോ എന്നുള്ള കുറേ പ്രവചനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വല്ലാതെ ആഘോഷിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ 3-4 പേര്, നെയ്മർ, മെസ്സി, ഒപ്പം തന്നെ ക്രിസ്ത്യാനോ, ഇവരുടെ അവസാന ലോകകപ്പ്, അതിന്റെ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ ഒരു സങ്കടം, നിരാശയോ, അല്ലെങ്കിൽ എന്തൊക്കെയോ പല വികാരങ്ങളും കൂടിയുണ്ട്. ഇത്തവണ 48 ടീമുണ്ട്. ഏത് ടീമാണെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് വളരെ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു മെസ്സിക്ക് ഇങ്ങനെ ഒരു കപ്പ് കിട്ടട്ടെ. ഇന്നിപ്പോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോർച്ചുഗലിന് ഒരു കപ്പ് അടിക്കട്ടെ, റൊണാൾഡോ. അതുപോലെ തന്നെ ഒരുപാട് പുതിയ പ്ലേയേഴ്സുകൾ വരുന്നുണ്ട്. അവരൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ യൂറോപ്പിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ നല്ല ടീമുകളാണ് ഫുള്ളായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇംഗ്ലണ്ട് ഉണ്ട്, അതുപോലെ സ്പെയിൻ ഉണ്ട്, ഹോളണ്ട് ഉണ്ട്, ഫ്രാൻസ്, ജർമ്മനി. പക്ഷേ ഈ ടീമുകളൊക്കെ ഫസ്റ്റ് 1-2 കളികൾക്ക് ശേഷം 3 കളികൾക്ക് ശേഷം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും ആരായിരിക്കും ഇത്തവണത്തെ ബെസ്റ്റ് പ്ലെയർ. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യമാലിന് ഇപ്പൊ ക്ലബ് ലെവലിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അതുപോലെ നമുക്ക് ഇപ്പൊ വിനീഷ്യസിനെ നോക്കുകയാണെങ്കിൽ വിനീഷ്യസ് ക്ലബ് ലെവലിൽ നല്ല കളി കളിക്കുന്നുണ്ട്. പക്ഷെ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ ആ പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അത് വളരെ 1-2-3 മാച്ചുകളിൽ നമുക്ക് പറയാൻ പറ്റും ഏത് ടീമാണ് നല്ല കളി കാഴ്ചവെക്കുന്നതെന്ന് പറയും.
അപ്പൊ ഇനി ഗ്രൂപ്പുകൾ, മരണ ഗ്രൂപ്പുകൾ, തീവാറുന്ന പോരാട്ടങ്ങൾ, ഇതൊന്നുമല്ല ചിലപ്പോൾ ചില കറുത്ത കുതിര, അങ്ങനെ ചരിത്രമുണ്ട്, അങ്ങനെയും ചരിത്രമുണ്ട് എന്ന് പറയുന്ന പോലെ. ഇത്തവണ ഒന്നും പറയാൻ പറ്റാത്ത കാര്യം. 32 ടീമിനെ നോക്കിയാൽ മതി. ഇപ്പൊ 48 ടീം ആയതോടുകൂടി ഒന്നും പറയാൻ പറ്റില്ല. വമ്പൻ ടീമുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ നേരിയ തോതിൽ യോഗ്യത കിട്ടാതെ പോയ പല ടീമുകൾ ഇത്തവണ വരും. ഇത്തവണ കരുതി വെക്കേണ്ട ഒരുപാട് ടീമുകളുണ്ട്. നോർവേ ഉണ്ട്, ജപ്പാനുണ്ട്. ജപ്പാൻ ചെറിയ ജപ്പാനല്ല എന്ന് പറയുന്ന പോലെ. ഇപ്പൊ നമ്മളിപ്പോ ഇതുവരെ നമ്മുടെ സംസ്ഥാനത്തൊന്നും വന്നില്ല. ചില ടീമുകൾ ചില ബാക്കി ചിലപ്പോൾ ഓടി കയറുന്ന കാഴ്ച. ഭംഗി അല്ലെ? സെനഗലുണ്ട്, ഫ്രാൻസിനെ അടിച്ച് വന്നതാണ്. ഇല്ലെങ്കിൽ കഴിഞ്ഞ തവണ സ്പെയിനും ഒക്കെ തന്നെ പണി കിട്ടിയതാണ്. ഈ പറഞ്ഞ ലോക ചാമ്പ്യന്മാരൊക്കെ തന്നെ ഫസ്റ്റ് റൗണ്ടിൽ പുറത്താവുന്ന ഒരു ചരിത്രം ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ അത് മാറി. എന്തും സംഭവിക്കാം. അതാണ് ആ പറഞ്ഞ എന്ത് സംഭവിച്ചാലും നമ്മളത് കൊടുക്കും. അതിനാണ് നമ്മൾ ഈ സ്പെഷ്യൽ ആയിട്ട് ഈ സാധനം നടക്കുന്നത്. ഇനി അത് വൈകാതെ തന്നെ ഇനിയും വലിച്ച് നീട്ടണ്ട എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. പ്രേക്ഷകരിലേക്ക് മുന്നിലേക്ക് ഈ ഫുട്ബോൾ ആവേശകാലത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു 24 സ്പോർട്സ് ലോഞ്ച് ചെയ്യുന്നത് ചിലർക്കാരനല്ല. ആരാണ്? രാജ്യത്തിന്റെ അഭിമാനം, നമ്മുടെ നീലപ്പടയുടെ നെടുന്തൂൺ, നമ്മുടെ അഭിമാനം സഞ്ജു സാംസൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്വന്തം ചാനലായ 24 യൂട്യൂബിൽ ഒരു സ്പോർട്സ് ചാനൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒഫീഷ്യലായിട്ട് ഞാൻ ലോഞ്ച് ചെയ്തതായിട്ട് അറിയിക്കുന്നു.